കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ പാവപ്പെട്ട രോഗികളുടെ റഫറൽ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ അതിദയനീയമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾ അനുഭവിക്കുന്ന കഷ്ടതകൾ വാക്കുകളിൽ പറയുക അസാധ്യം. സ്ത്രീകളുടെ ഏക ജനറൽ മെഡിസിൻ വാർഡായ 3-ാം വാർഡിന്റെ സ്ഥിതിയാണ് ശോചനീയം. 65 കിടക്കകൾ മാത്രമുള്ള ഈ വാർഡിൽ എപ്പോഴും ഉണ്ടാകും 150-ലധികം രോഗികൾ. കിടക്കക്കടിയിലും തറയിലുമായി നിരവധി പേരാണ് കഴിയുന്നത്. പല സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലും 2-ൽ താഴെയാണ് ഡോക്ടർമാർ. പ്രധാനപ്പെട്ട 24 വിഭാഗങ്ങളിൽ 25% ഡോക്ടർമാരുടെ കുറവുണ്ട്. മറ്റേത് സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി തന്നെയാണ് ശുചിത്വത്തിന്റെ കാര്യത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ. പൊട്ടിയൊലിക്കുന്ന പൈപ്പുകളും വൃത്തിഹീനമായ കക്കൂസുകളും കൂട്ടിരിപ്പിനെത്തുന്നവരെ പോലും രോഗികളാക്കും. ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന കുതിപ്പിനൊരുങ്ങി കോട്ടയം മെഡിക്കൽ കോളേജ്. 5 ജില്ലകളിലെ രോഗികൾ ആശ്രയിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്നതാണ് പുതിയ പദ്ധതികൾ. 43 കോടി രൂപയുടെ 5 പദ്ധതികൾ ഇതിനോടകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 100 കിടക്കകളുടെ 6 വാർഡുകൾ, കോവിഡ് ചികിത്സയ്ക്ക് ഉൾപ്പെടെ ഒതുങ്ങുന്ന നെഗറ്റീവ് പ്രഷർ ICU, ശൌചാലയ സമുച്ചയം എന്നിവയാണ് പൂർത്തിയായത്. ഇതിനു പുറമെയാണ് 564 കോടി രൂപയുടെ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെയും നിർമ്മാണം ആരംഭിക്കുന്നത്. 8 നിലകളിലായി 400 കിടക്കകൾ, 14 ആധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ, 54 ICU കിടക്കകൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ. ആദ്യഘട്ടമെന്ന നിലയിൽ കിഫ്ബി 134 കോടി രൂപ അനുവദിച്ചു. ഇതിനു പുറമെ 45 കോടി രൂപയുടെ മറ്റ് 9 പദ്ധതികളും അവസാന ഘട്ടത്തിലാണ്.